തേങ്ങ വറുത്തരച്ചൊരു പോത്ത് കറി ഉണ്ടാക്കേ. ഇച്ചിരി തേങ്ങ വറുക്കുക. വേണ്ട പോത്ത് മുറിക്കാൻ വെള്ളത്തിലിട്ടേക്കുക. ഇത് മുറിച്ച് നമുക്ക് നല്ല ഫ്രഷ് ഇറച്ചിയാണ്. ഫ്രഷല്ല, ഇന്നലെ കൊണ്ടുവന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. നമുക്ക് എന്നിട്ട് ഇത് കട്ട് ചെയ്യുക. ഇപ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി ഉള്ളി അരിയുക. കത്തി കൊള്ളത്തില്ല. നല്ലൊരു നൈസോല അരിഞ്ഞ് എളുപ്പം റെഡിയാവും. തേങ്ങയിലോട്ട് ആവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല നമുക്ക് റെഡിയാക്കാം. നമുക്കിനി കുക്കിംഗ് തുടങ്ങാം. എണ്ണ കുറച്ച് മതി. തേങ്ങ വറുത്തരയ്ക്കുന്നതുകൊണ്ട് എണ്ണ കുറച്ച് മതി. അധികം ഉള്ളി വഴറ്റിയൊന്നും വേണ്ട. കട്ടയും ഗ്രാമ്പും, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. ഇത് ഈ തേങ്ങാക്കൊത്തിടാൻ ഞാൻ തേങ്ങാക്കൊത്തിടുന്നില്ല. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം കട്ടൻ ഗ്രാമ്പെല്ലാം മൂത്ത് നമുക്ക് ഉള്ളി ഇടാം. ഉപ്പിടാം, മഞ്ഞൾപ്പൊടി ഇടാം. കണ്ട ഉള്ളി ഒന്നും മൂത്തില്ല. സിമ്പിൾ കറിയാണ്, പെട്ടെന്നുണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. ഉള്ളി ഒഴിക്കാനും അറിയത്തില്ല. നമുക്ക് ഇട്ട് നമുക്ക് അടച്ചിട്ടിരിക്കാം. കുക്കർ തുറന്ന് 3 വിസിലായിട്ട് കുക്കർ തുറന്ന് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഉള്ളിയെല്ലാം കണ്ട നല്ലപോലെ വെന്ത്. ഉള്ളി വഴറ്റിയതൊന്നുമില്ല, ഇഞ്ചിയും പച്ചമുളകും മാത്രമേ വഴറ്റുള്ളൂ. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഒഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് കറി റെഡിയാകട്ടെ. നമുക്കൊരു തക്കാളി നല്ലതായിട്ട് കീറി, തക്കാളി ഇടണമെന്നില്ല, തേങ്ങ വറുത്തരച്ചതില്ലേ, അപ്പോൾ ഒരു ശകലം തക്കാളി ഇട്ട അതിൻ്റെ പുളിപ്പും തേങ്ങയുടെ മണമെല്ലാം നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് കുറച്ച് കിഴങ്ങും ഇടുവാണ്. ഞങ്ങൾ വീടുദോശയ്ക്കാണ്. അത് കിഴങ്ങ് ചുരണ്ടണ്ട, ബ്രഷ് വെച്ച് നല്ലോണം ഉരച്ച് കഴുകി വേണ്ട വൃത്തിയാക്കി ഒരു ചെറിയ 3 കിഴങ്ങിട്ട്, എന്നിട്ട് നമുക്ക് ചെറു തീയിൽ ഇത് കിടന്ന് ശരിയാവട്ടെ. എന്നിട്ട് നമുക്ക് നീർദോശയായിട്ട് കഴിക്കാം. വേണ്ട നീർദോശയുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീർദോശ ഉണ്ടാക്കുമ്പോൾ ഒരു നാഴി പച്ചരി, കുറച്ച് തേങ്ങ, ഇച്ചിരി ഉപ്പ്, ജീരകം എല്ലാം കൂടെ അരച്ചതാണ്. ഇതെല്ലാം കൂടെ നമുക്കിപ്പോൾ നീർദോശ ഉണ്ടാക്കി കറിയും ആയിട്ട് കഴിക്കാം. ഓക്കേ.